ഹായ് പറ. ഹായ് ഗൈസ്. ഗൈസ് ഞങ്ങളുടെ മാട്രനാണ് റോജേച്ചി. ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ്. ഞങ്ങൾ മുൻപരിചയുണ്ട്. ഞാൻ ഒരു PG ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്ലോസ് ബോണ്ടാണ്. എപ്പോഴും എന്നെ കണ്ട് ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിക്കും. നമ്മുടെ മെസ്സുകളാണ് കേട്ടോ. ഞങ്ങൾ എന്ത് പടിയായിരിക്കുന്നത് അല്ല ഞങ്ങൾ മെസ്സിനും വരുന്ന കുട്ടികളുടെ സമയമില്ല. യെസ്, ഇതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് കേട്ടോ. ഇനി ബാക്കി ടീംസ് ഉള്ളിലുണ്ട്, കാണിച്ചു തരാം. സുഖാണോ? അതെ, ഞങ്ങൾ 7:30 എണീറ്റ് വന്നല്ലേ. എന്തൊക്കെയല്ലേ? ദോശ. ഇത്രയും ദോശയുണ്ട് ഗൈസ്. കുട്ടികളൊക്കെ ഉറങ്ങുക. അന്ന് ഞായറാഴ്ച അതിനെ കൊണ്ട് ആരും എണീറ്റില്ല അല്ല അശ്വതി? അവർക്ക് അതിൽ സങ്കടമുണ്ട്. ഈശ്വര, നമ്മുടെ വൈഷ്ണവോല് അതെ. വൈഷ്ണവ് കറി കാണിച്ചേ. വെരി ടേസ്റ്റി. യെസ്, മാഗീനെ പോലെ ഉണ്ട് കളറ്. നമുക്ക് ചമ്മന്തി ഉണ്ട് ഗൈസ്. ലാഗില ഗൈസ്, ചുവന്ന ചമ്മന്തി അധികം കഴിച്ചാൽ ആപത്തെന്നാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചുവന്ന. അല്ല, ഞാൻ വീഡിയോ ഉണ്ടാക്കുമ്പോ പാട്ട് പോകുന്നയാ. കാപ്പി മതി ഗൈസ്, ഞങ്ങൾ ചായ എടുക്കാൻ പോകാം കേട്ടോ. കാപ്പി. അഖില കാപ്പി എടുത്ത് തരിക. ഇത് ഞങ്ങളെ മെസ്സിലെ ചേച്ചിയാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിച്ചോ. ഞങ്ങൾ ചായ ദോശ. എടി എവിടെ ഇരിക്കണേ? കറി ചമ്മന്തി എടുക്കാം. ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുണ്ടോ, കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ചമ്മന്തി. ഓക്കേ, ഞങ്ങൾ ഫുഡ് കഴിക്കുക. അഖില ഫുഡ് കഴിക്കുന്നുണ്ട്. ദോശ എങ്ങനെയുണ്ട്? നൈസാ? വിശപ്പോട് ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല. ഗൈസ്, ഞങ്ങൾ 7:30 ആകുമ്പോൾ വന്നിരുന്ന കേട്ടോ. ഇപ്പം സമയം 9 മണിയായിട്ടുണ്ട്. 9 മണി ഉണ്ടോ? ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഉഴുന്ന് ദോശ, ചമ്മന്തി. ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിച്ചാൽ റൂമിൽ പോകും. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോവാണ് ഗൈസ്. അയ്യോ, ഉറങ്ങാൻ തോന്നുന്നു. ഉറക്കം കിട്ടിയിട്ടില്ല. ഇനി കുറച്ചു നേരം ഉറങ്ങാൻ പോവാണ്. രാവിലെ നേരത്തെ എണീറ്റതിനെ കൊണ്ട് തലവേദനിക്കുന്നുണ്ട്. നല്ല മഴയുണ്ട്. ഇന്ന് മഴയായിട്ട് നാളെ അവധി കിട്ടുന്നൊക്കെയാണ് അഖില പറയുന്നത്. അല്ല അഖില? ഇന്ന് മഴ അതിനെ കൊണ്ട് അവധി കിട്ടുന്ന അഖില പറഞ്ഞേ. അങ്ങനെ കുറച്ചു നേരം കിടന്ന് എണീറ്റു കേട്ടോ. രാവിലെ നേരത്തെ എണീക്കുന്നതിനെ കൊണ്ട് ഉറക്കമൊന്നും റെഡി ആവുന്നില്ല. വളരെ നേരത്തെ ഒന്നുമല്ല, ഒരു 7 മണി. എന്നാലും പൊതുവെ നേരത്തെ എണീക്കാറില്ല. അങ്ങനെ ഇനിയിപ്പോൾ മെസ് ഡ്യൂട്ടിക്ക് പോകാനായി. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു 1:30 ആകുമ്പോഴാണ് തിരിച്ചു വരിക. നാളെ ക്ലാസ് ഉണ്ട്. ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയാണെന്ന് വെച്ചാൽ നല്ല മഴയുണ്ട്. നാളെ ലീവ് കിട്ടുമെന്നുള്ളത് അതറിയില്ല.
പിന്നെ തേഴ്സ്ഡേ വരെ ഞങ്ങൾക്ക് മെസ് ഡ്യൂട്ടിയാണ്. സത്യം പറഞ്ഞത് രാവിലെ പോയി വീണ്ടും ഉച്ചയ്ക്ക്, പിന്നെ വീണ്ടും ഈവനിങ്ങിൽ, പിന്നെ വീണ്ടും രാത്രി, ഈ ഒരു സംഭവം ഇങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊടുക്കുക. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറഞ്ഞ ടൈം മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനി മെസ് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. ഉച്ചയ്ക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിക്കൻ റോസ്റ്റ് സ്പെഷ്യലുണ്ട്. പിന്നെ വെജുകാർക്ക് പനീറാണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് മെസ്സിൽ കാണാം, മെസ്സിൽ വെച്ച് കാണാം. ബൈ. ഞങ്ങൾ ഫസ്റ്റ് ഡ്യൂട്ടിക്ക് പോവാണ്. ശരി, ആയിട്ടില്ല. ഇവിടെ പ്രസവിക്കാൻ നമ്മൾ മെസ്സിൽ ഇങ്ങനത്തെ ക്യാപ്പ്, ഇത് ക്യാപ്പല്ലേ? ക്യാപ്പ് ഇടണം കൈസ്. ഗ്ലൗസ് ഉണ്ട് കേട്ടോ. ഹെയർ വീഴാതിരിക്കാൻ ഹെയർ ക്യാപ്പ്. മെസ്സിൽ ആരും എത്തിയില്ല ഗൈസ്. ബാ, അഖില പ്രസന്റ് ആയിട്ടുണ്ട്. മൈഷിനതാ അവിടെ കൊഞ്ഞലം കുത്തുന്നു. അഖില എങ്ങനെ നീ ഇവിടെ തന്നെ ഇരിക്കണേ? ഞാൻ പനീർ വിളമ്പാൻ പോവാ. പനീർ ഫ്രൈയാ ഞാനാ. ഈ ശേഷം നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. 5 പീസല്ല ഒരാൾക്ക്. ആ ചേച്ചി പറഞ്ഞു 5 പീസ് ഒരാൾക്കല്ലേ? ഓക്കെ. യൂട്യൂബിൽ കാണാം. 5 പീസാണ് മോളെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് 20 കുട്ടികളാണുള്ളത്. ഇതന്നെ ഓക്കെ. നമ്മളിവിടെ ഇരുന്നാണ് കേട്ടോ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുക. നമ്മളെ മെസ്സിലെ ചേച്ചിയാണ്. ഈ കുട്ടികളൊക്കെ വരാനാവുന്നേ ഉള്ളൂ. 12:30 ആവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ 12:30 മുന്നേ ഇവിടെ എത്തണം. ബിക്കോസ് നമുക്കിന്ന് മെസ് ഡ്യൂട്ടിയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഹെയർ മാസ്ക്. നമ്മൾ ഫേസ് മാസ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഹെയർ മാസ്ക്. കണ്ടോ മക്കളെ? ഇത് 5 പീസ് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റ്. ഈ മാറാണെങ്കിൽ ഇടയ്ക്ക് ഇവരാണെന്ന് ചിക്കൻ വിളമ്പുന്നത് കേട്ടോ. ചിക്കൻ റോസ്റ്റ് അല്ലേ? ചിക്കൻ റോസ്റ്റ്. യെസ്, ഞങ്ങൾക്ക് സ്പീക്കർ ഉണ്ട് കേട്ടോ. കുഞ്ഞ് സ്പീക്കർ ഉണ്ട് ഗൈസ്. ചിക്കൻ റോസ്റ്റ് ഉണ്ട് ഗൈസ്. ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ഈ ചേച്ചിയാണ് കേട്ടോ ഇന്നത്തെ മെസ് ഡ്യൂട്ടിക്കുള്ള ആള്. ഈ ചേച്ചി. നമുക്ക് സാലഡ് ഉണ്ട് ഗൈസ്. ചിക്കൻ റോസ്റ്റ്, സാലഡ്, പിന്നെ വെജുകാർക്ക് നല്ലതാണ് കേട്ടോ പനീർ. കുട്ടികൾ വന്ന് തുടങ്ങുന്ന മുന്നേ ഈ ഹെയർ ക്യാപ്പ് സംഭവം കൊള്ളാട്ടോ. ഇത് നമ്മുടെ ഒരു സ്റ്റഡി ഹാളാണ് കേട്ടോ. ഈ ബ്ലോക്കിലെ ഇവിടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് താഴെ റോഡിലേക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ ഭയങ്കര സൗണ്ടാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അതിലൂടെ വണ്ടികൾ പോകുന്ന സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ട് എക്കോ അടിക്കും. നമുക്ക് ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് എക്കോ കേൾക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകണം. ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ എടുക്കാൻ പറ്റാഞ്ഞത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഇതായില്ല കേട്ടോ. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകണം. ഇപ്പോൾ നമ്മൾ വീണ്ടും മെസ്സിലെത്തിയിരിക്കാൻ നമുക്ക് ചായ കുടിക്കാനുള്ള ടൈമാണ് കേട്ടോ. വൈഷ്ണവിയും അശ്വതിയാണ് ഇപ്പം മെസ്സിൽ.
കൊഴുക്കട്ടയാണ് ഗൈസ്. വൈഷ്ണ എഴുതാനിരിക്കുകയാണ് ഗൈസ്. വൈഷ്ണയുടെ മെസ് ബുക്ക്. രേഷ്മയ്ക്ക് കൊണ്ടു കൊടുക്കോളത് അവസരം ഇവിടെ ഇല്ലാതെ അപ്പോൾ നമ്മൾ ചായ കുടിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കാര്യങ്ങൾ. നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, സൺഡേ ആണ്. പക്ഷേ മെസ് ഡ്യൂട്ടിയും കാര്യങ്ങളുണ്ടായത് കൊണ്ട് പിന്നെ പുറത്തൊന്നും പോയില്ല കേട്ടോ. രാത്രി മെസ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ